ഞങ്ങൾക്ക് ഈ വർഷത്തെ അസസ്മെൻറ്റ് ചെയ്തതിൽ ഇത്രയധികം കേസുണ്ട്, നിങ്ങളിത് ഈ എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു സിംഗിൾ എമൗണ്ടിൽ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് തരണം എന്ന് പറയും. അതാണ് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ്. ആ ബോർഡിന് മുന്നിൽ അവിടെ കണക്കുകളോ ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ നിങ്ങളുടെ വിഭാഗത്തെയും മറ്റ് ആൾക്കാരെയും വിളിച്ചിരുത്തിയിട്ട് ഇൻകം ടാക്സിൻ്റെ വിഭാഗം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ എമൗണ്ട് ചെയ്തോടെ ആ കേസ് തീർന്നു. അതുകൊണ്ടാണ് അത് അപ്പീലിന് പോകാൻ പറ്റാത്തത്. ആ ശൈലിയിലുള്ള ഒരു കേസിൻ്റെ പറഞ്ഞ ഒരു ഭാഗം എടുത്തിട്ട് SFI അന്വേഷണം പോയി. SFI അന്വേഷണം പോയി ഏറ്റവും വലിയ തെറ്റെന്താണ്? SFI അതിലൊരു ഡയറക്ടർക്ക് പരാതിയില്ല, അതിലൊക്കെ ജനങ്ങൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. ഈ CMR എന്ന് പറയുന്നത് ലിമിറ്റഡ് കമ്പനിയാണ്. ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡറിന് പരാതിയുണ്ട്. ആ ഷെയർ ഹോൾഡറിന് പോകാൻ പറ്റിയ സ്ഥലം സെബിയാണ്. സെബിയുടെ കീഴിൽ അന്വേഷണത്തിന് പോകാം, അവിടെ പരാതി കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഒറ്റ കാര്യമാണ് പറഞ്ഞില്ല. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല എന്ന്. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുക്കാത്ത ഏക കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഫോർഡ് കേസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് SFI പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. തിരുത്തി കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇപ്പം പറയുന്ന SFI തിരുത്തി കൊടുത്ത് ഞങ്ങൾ അന്വേഷിക്കുന്നത് അഴിമതിയാണ്, അഴിമതി കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം SFIക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കേസ് നിലനിൽക്കില്ല.